രചന ഒരു മർഡർ അപാരത ഭാഗം 2. മണിയൻ്റെ പരിഭ്രാന്തിയും കരച്ചിലും കണ്ടപ്പോൾ ബ്രഹ്മദത്തൻ ശ്രാവണിയെ വിളിച്ചു. എന്താ അച്ഛാ? ശ്രാവണി വേഗം ഇറങ്ങി വന്നു. മോളെ, ഇവൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. നീ എന്താണെന്നൊന്ന് ചോദിക്കേ. എന്താ മണിയ, എന്താ പ്രശ്നം? കുഞ്ഞെ, എൻ്റെ ഭാര്യ മരിച്ചു കിടക്കുന്നു. എന്താ, മരിച്ചു കിടക്കുന്നെന്നോ? എപ്പോഴാ മണിയൻ കണ്ടത്? ശ്രാവണി ചോദിച്ചു. ഞാൻ തോട്ടിൽ കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു. കുളിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഞാനും വരാം മോളെ, ബ്രഹ്മദത്തൻ പറഞ്ഞു. അവൾ വേഗം സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു. പോകുന്ന വഴി ശ്രാവണി പനയനോട് ചോദിച്ചു. എന്നിട്ട് നിങ്ങൾ എന്താ കണ്ടത് മണിയാ, പറയൂ. ഞാൻ അകത്തേക്ക് ചെന്നു. അവിടെ തറയിൽ ഗീത കിടക്കുന്നു. അവളുടെ കയ്യിൽ കത്തിയുണ്ട്. അവിടെ ആകെ ചോരയായിരുന്നു. അത് കണ്ടപ്പോഴേ ഞാൻ ഇറങ്ങി ഓടി. മണിയൻ കുളിക്കാൻ പോയപ്പോൾ ഗീത എന്തെടുക്കുകയായിരുന്നു? അവൾ അവിടെ ഇല്ലായിരുന്നു. എവിടെ പോയതാ? രാവിലെ ആ പട്ടാളക്കാരൻ്റെ വീട്ടിൽ സഹായിക്കാൻ പോകുന്നുണ്ട്. അവിടെ ആരൊക്കെയുണ്ട്? പട്ടാളക്കാരനും അയാളുടെ വയ്യാത്ത ഭാര്യയുമുണ്ട്. ഭാര്യയ്ക്ക് എന്താ അസുഖം? അവരെ കസേരയിലിരുത്തി ഉന്തിക്കൊണ്ട് നടക്കുന്നത് കാണാം. മണിയൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും പോലീസും എത്തിയിരുന്നു. അവൾ അകത്ത് കയറി പരിശോധിച്ചു. വിരലടയാള വിദഗ്ധരെ വിളിക്കൂ. പോലീസ് അടുത്തുള്ള ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അവരിൽ ഒരാളായിരുന്ന നാണിയമ്മ ഗീതയെ രാവിലെ കണ്ടിരുന്നു. നിങ്ങൾ എപ്പോഴാണ് ഗീതയെ കണ്ടത്? ഒരു പോലീസുകാരൻ ചോദിച്ചു. പട്ടാളക്കാരൻ്റെ വീട്ടിൽ നിന്നും വരുന്ന വഴിയാണ്. നിങ്ങളോട് സംസാരിച്ചിരുന്നോ? ഇല്ല, ഒന്നും സംസാരിച്ചില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് കണ്ടത്. മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസമുണ്ടായിരുന്നോ? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവരുടെ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ബഹളമോ ശബ്ദമോ കേട്ടിരുന്നോ? തൊട്ടടുത്തുള്ള വീട്ടുകാരോട് പോലീസുകാരൻ ചോദിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. മണിയൻ വീടിൻ്റെ ഒരു മൂലയിൽ കുത്തിയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. തമ്പ്ര, എനിക്കിനി ആരുമില്ല. നീ എൻ്റെ കൂടെ വാ മണിയ, ഇവിടെ ഇരിക്കണ്ട. ബ്രഹ്മദത്തൻ മണിയനെ കൂട്ടി വീട്ടിലേക്ക് പോയി. പോലീസ് നായ ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. ഒടുവിൽ പുറകിലുള്ള തോടിൻ്റെ വക്കത്ത് ചെന്ന് നിൽക്കും. മിക്കവാറും പ്രതി തോട്ടിൽ ചാടി രക്ഷപ്പെട്ടിരിക്കും. ഓരോരുത്തരായി ഓരോ ഊഹാപോഹങ്ങൾ പറഞ്ഞു തുടങ്ങി. പട്ടാളക്കാരനെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തെങ്കിലും സംശയിക്കത്തക്കതായി ഒന്നും ലഭിച്ചില്ല. അതുമല്ല, അയാളുടെ വീട്ടിൽ നിന്ന് വരുന്നത് കണ്ടതിന് ദൃക്സാക്ഷിയുമുണ്ട്. ആ ബ്രഹ്മദത്തൻ നമ്പൂതിരി ആയിരിക്കും, ആൾക്കാരിൽ ഒരാൾ പറഞ്ഞു. അയാൾ ഇവിടെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ ആരോടും പറയണ്ട. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. അയാളുടെ മകളാ അന്വേഷിക്കുന്നത്. കൂട്ടത്തിൽ കേട്ടു നിന്ന ഒരാൾ പറഞ്ഞു. എനിക്കാരെയും പേടിയില്ല. പോലീസ് ചോദിക്കുമ്പോൾ ഞാൻ പറയും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗീതയുടെ ദേഹം മുഴുവൻ സിഗരറ്റ് കൊണ്ട് കുത്തിയ പാടുകളുണ്ടായിരുന്നു. മണിയൻ സിഗരറ്റ് വലിക്കുമോ? ശ്രാവണി അന്വേഷിച്ചു. ഗീത 2 മാസം ഗർഭിണിയുമായിരുന്നു. മണിയനെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അവന് സ്റ്റേഷനിൽ പോകാൻ പേടിയായിരുന്നു. ബ്രഹ്മദത്തനാണ് ധൈര്യം കൊടുത്ത് പറഞ്ഞു വിട്ടത്. അച്ഛനെതിരെ അവിടെയായി മുറുമുറുപ്പുകൾ നടക്കുന്നത് ശ്രാവണിയുടെ ചെവിയിലും എത്തിയിരുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി മണിയ? ഞാൻ ഗീതയെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഗീത മണിയൻ്റെ ഭാര്യയല്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെയാണ്. മണിയൻ ഇവിടെ വന്നിട്ട് 10 വർഷത്തോളമായില്ലേ? അപ്പോൾ മുതൽ ഗീത കൂടെ ഉണ്ടല്ലോ? ശ്രാവണി ചോദിച്ചു. അതേ കുഞ്ഞെ, ഒരു ജോലി അന്വേഷിച്ചാണ് ഞാൻ ഈ കരയിലേക്ക് വന്നത്. മണിയൻ്റെ വീടെവിടെയാ? തിരുവനന്തപുരം. ഞാൻ വരുന്ന വഴിയരികിൽ ഒരു പെണ്ണ് കിടക്കുന്നത് കണ്ടു. അവൾ വെള്ളത്തിനായി യാചിക്കുന്നുണ്ടായിരുന്നു. അവളെ ആരോ ആക്രമിച്ചതാണെന്ന് മനസ്സിലായി. അവളുടെ മുഖത്ത് ചതഞ്ഞ പാടുകളുണ്ടായിരുന്നു. അവൾ ആകെ അവശയായിരുന്നു. എൻ്റെ കയ്യിൽ വെള്ളമുണ്ടായിരുന്നതുകൊണ്ട് ഞാനത് അവൾക്ക് കൊടുത്തു. അവൾ ആർത്തിയോടെ ആ വെള്ളം കുടിച്ചു. ഞാൻ അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. എൻ്റെ കയ്യിൽ ഭക്ഷണപ്പൊതി ഉണ്ടായിരുന്നു, അത് അവൾക്ക് കൊടുത്തു. അവൾ ആർത്തിയോടെ അതും ഭക്ഷിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ പോകാൻ എഴുന്നേറ്റപ്പോൾ അവൾ എൻ്റെ കാലിൽ വട്ടം പിടിച്ചു. എന്നെ രക്ഷിക്കണം, എനിക്ക് ജോലിയില്ല, എന്നെ വേറെ ആരും രക്ഷിക്കാനില്ല. എൻ്റെ അങ്ങനെ ഒരവസ്ഥയാണ്.
എനിക്കൊന്നും തരണ്ട, കൂടെ വരാൻ അനുവദിച്ചാൽ മതി. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സലിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. തമ്പ്ര എനിക്ക് ജോലിയും തന്നു, കുടിൽ കെട്ടാൻ സ്ഥലവും തന്നു. അവളെപ്പറ്റി ഒന്നും ചോദിച്ചില്ലേ? ചോദിച്ചു. ഏതോ നല്ല വീട്ടിലെ കുട്ടിയാണ്. കല്യാണം ഉറപ്പിച്ചപ്പോൾ ഉള്ള സ്വർണവുമായി കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. കാമുകൻ സ്വർണവും പണവും വാങ്ങി അവളെ കൂട്ടുകാർക്ക് കാഴ്ചവെച്ചു. അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നതായിരുന്നു പാവം. തുടരും.